നെന്മാറയിൽ കെ ബാബുവിന്റെ പേരിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ബാബു ആരുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മകന്റെ അഡ്മിഷനായാണ് ബാംഗ്ലൂരുവിൽ പോയത്. കെ ബാബുവിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ നടത്തിയിരുന്നു. കെ ബാബു MLA പാലക്കാട് ജില്ലയിലെ CPMന്റെ നേതാവാണ്. അദ്ദേഹത്തിനോട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അദ്ദേഹം മകൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹം ബാംഗ്ലൂരാണ്. അപ്പോൾ അനാവശ്യമായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സഖാബ് ബാബുവുമായി ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാളുമായിട്ട് ചർച്ചയ്ക്കും പോയിട്ടില്ല, ചർച്ച ചെയ്തിട്ടുമില്ല, ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, അത് തെറ്റായ പ്രചരണങ്ങളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാജിദ്, കെ ബാബു അദ്ദേഹത്തിന്റെ മകന്റെ ഒരു അഡ്മിഷൻ ആവശ്യമായി ബംഗളൂരുവിൽ പോയി. അതെങ്ങനെയാണ് വിവാദമാകുന്നത്? അതിപ്പോൾ കോൺഗ്രസ് ഏത് തരത്തിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നേരത്തെ നടത്തിയിരുന്നത്? മഹേഷ്, കഴിഞ്ഞ 10 വർഷമായി നെന്മാറയുടെ MLA കെ ബാബുവാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് കെ ബാബു. അദ്ദേഹം ജനകീയനായ MLA ആണ്. അദ്ദേഹത്തിന് തന്നെ ഇത്തവണ കൂടി സീറ്റ് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസവും നീരസവും പ്രതിഷേധവും ഉണ്ട്. ഇത് മുതലെടുക്കാനാണ് UDF കേന്ദ്രങ്ങൾ ശ്രമിച്ചത്. ഈ കെ ബാബുവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഈ CPM പൂർണ്ണമായി വിട്ട് ഈ മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും CPM നേതൃത്വം പറയുന്നത് അദ്ദേഹവുമായി ആരും ചർച്ച നടത്തിയിട്ടില്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു കഥ മാത്രമാണ് ഇത് എന്നുള്ളതാണ്. എന്തായാലും കെ പ്രേമനാണ് നിലവിൽ LDF സ്ഥാനാർത്ഥി, CPMന്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കെ ബാബുവിന് വലിയ അതൃപ്തിയുണ്ട്. ഒരുപക്ഷെ ഈ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ കെ ബാബുവുമായി സംസാരിച്ച് ഇതിലൊരു സമവായത്തിലെത്തും. അദ്ദേഹം മറ്റന്നയോടുകൂടി ഈ നെന്മാറയിൽ എത്തി ഒരുപക്ഷെ കെ പ്രേമന്റെ പ്രചരണത്തിന് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ വേണമെന്നുള്ളൊരു നിർദ്ദേശമാണ് CPM നേതാക്കൾ കെ ബാബുവിനോട് പറയുന്നത്. ഓക്കെ, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.